just a minute more of your time. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനൊരു സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഇന്നത്തെ വീഡിയോ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ മീൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മൾ എന്തിനാണ് മീൽ പ്ലാനിങ് ചെയ്യുന്നത്, അതേപോലെ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മൾ എന്തിനാ ഒരു പ്രോപ്പറായിട്ട് ഒരു മീൽ പ്ലാൻ വേണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊന്ന് ഓർഗനൈസ് ആവാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ തിങ്കിങ് എന്ന് കുക്ക് ചെയ്യുന്നവരെ, ഞാൻ ലേഡീസ് എന്നോ ജെൻസ് എന്നോ പറയുന്നില്ല, കുക്ക് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്നുള്ളത് അടുത്ത നേരത്തേക്ക് എന്ത് കുക്ക് ചെയ്യും എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്ക് ഫണ്ണി ആയിട്ട് തോന്നാമെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഒരാഴ്ചയോ നമ്മൾ കുക്ക് ചെയ്താൽ പോരല്ലോ. റെഗുലറായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്ത നേരം എന്ത് കുക്ക് ചെയ്യണം എന്നുള്ളത് വലിയൊരു ടെൻഷൻ തന്നെയാണ്. ഒരു മീൽ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നതിലൂടെ ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അടുത്ത തവണ അടുത്ത നേരത്തേക്ക് എന്താണ് കുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഗ്രോസറീസും വെജിറ്റബിൾസേ വാങ്ങുള്ളൂ. അപ്പം ലിസ്റ്റ് ഇട്ടിട്ട് നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഒരു ലിസ്റ്റ് ഇട്ടിട്ട് പോയി ഗ്രോസറീസ് വാങ്ങിച്ചു വയ്ക്കും. ചിലതൊക്കെ നമ്മൾ യൂസ് ചെയ്യും, ചിലതൊന്നും യൂസ് ചെയ്യില്ല, അതങ്ങനെ വേസ്റ്റ് ആയിട്ട് പോകും. കുറച്ച് നാൾ അവിടെ വെക്കും. പിന്നെ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് ചീത്തയാവും. ഗ്രോസറീസൊക്കെ കുറേ നാൾ അവിടെ വെക്കും, പക്ഷെ അത് യൂസ് ചെയ്യൂല. പിന്നെ നമ്മളത് കളയും. അങ്ങനെയാണ് ഉള്ളത്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള മീൽ പ്ലാൻ നമ്മളെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ അത് ബേസ് ചെയ്തിട്ടുള്ള ഗ്രോസറീസും വെജിറ്റബിൾസും വാങ്ങിക്കുക. അപ്പം വേസ്റ്റേജ് കുറയും. ഓക്കെ, നമ്മളുടെ ഓവർ കൺസ്യൂമിങ് അല്ലെങ്കിൽ ഓവർ ബൈയിങ്ങും കുറയും. നമ്മൾ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങില്ല. നമ്മളെ അടുത്ത് ഒരു മീൽ പ്ലാൻ ഉണ്ടല്ലോ, അതിനനുസരിച്ച് ഈ ആഴ്ച അടുത്ത ആഴ്ച എന്താ കുക്ക് ചെയ്യാൻ പോകണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള ഗ്രോസറീസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പർച്ചേസ് ചെയ്യുള്ളൂ. അപ്പം അധികം വന്നിട്ട് ഓവർ ബൈയിങ്ങും ഉണ്ടാവില്ല, അതേപോലെ ഓവർ ഫുഡ് വേസ്റ്റേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു പ്രോപ്പർ മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു നേരത്തേക്ക് എത്ര ഫുഡ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇതൊക്കെ നമ്മളെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവും. നമ്മൾ ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അത് നമുക്കറിയാം. അപ്പം ആ ഒരു പ്ലാനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് അധികം വേസ്റ്റേജ് ഉണ്ടാവില്ല, ഓവറായിട്ട് ബൈയിങ് ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ജോലിക്കൊക്കെ പോകുന്നവരാണെന്ന് വെച്ചാൽ രാവിലെ ജോലിക്ക് പോകുന്നവരായാലും അല്ലാത്തവരായാലും മോർണിംഗ് എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളാണ് അല്ലേ. കാരണം ആ ടൈമിനകത്ത് എല്ലാവരും പറഞ്ഞു വിടുന്നത് നമുക്കും പോകണം എന്നുള്ള ഒരു സാധാരണ കാര്യമല്ല. നമുക്ക് ലഞ്ച് വേണം, ഹസ്ബൻഡിന് ലഞ്ച് വേണം, മോന് ലഞ്ച് വേണം, സ്നാക്സ് വേണം, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ പ്രോപ്പറായിട്ട് ഒരു മീൽ പ്ലാനിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ മീൽ പ്ലാനിൽ ഇതൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പിന്നെ മാത്രമല്ല, നമ്മളിപ്പം 5 മണിക്ക് എണീറ്റാലാണ് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു 8 മണിക്ക് എല്ലാം ചെയ്യാൻ പറ്റുക, കംഫർട്ടബിൾ ആയിട്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എണീറ്റത് 6:30 വെച്ചാൽ നമുക്ക് തീരെ ടൈം കുറവാണ്. ആ ടൈമിനകത്ത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ആകെ ജഗപുകയായിരിക്കും. എനിക്കറിയാം, എക്സ്പീരിയൻസ് ഉള്ളതാണ്. അപ്പോൾ ആകെ മൊത്തം ജഗപുകയായിരിക്കും. ഒരു പ്രോപ്പറായിട്ട് ഒരു മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. പെട്ടെന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റെന്നുണ്ടെങ്കിലും കൂടി നമുക്കത് മാനേജ് ചെയ്യാനായിട്ട്. അടുത്തെന്ന് പറയുന്നത് ഒരു ഹെൽത്തിയർ ചോയ്സാണ്. അതായത് നമുക്ക് ഹെൽത്തി ആയിട്ട് എങ്ങനെ നമ്മളുടെ ഒരു ഫുഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവരാൻ ഒരു മീൽ പ്ലാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മീൽ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു കലോറീസ് ഒക്കെ മാനേജ് ചെയ്തിട്ട് നമുക്ക് പ്രോപ്പർ ഡയറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ല, അതൊന്നും ഇല്ല, ഡയറ്റൊന്നും ഇല്ല, നോർമൽ ലൈഫാണെങ്കിലും നമുക്ക് കുറച്ച് ഹെൽത്തിയർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പറ്റും. കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് ഒരു മീൽ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്മൂത്തിയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ നാളെ നമുക്ക് ഇപ്പം ഇന്നലെ ഞാൻ സ്മൂത്തി ആയിരുന്നല്ലോ നമ്മൾ കഴിച്ചത്, നാളേക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിങ്ങനെ മാറി മാറി നമുക്ക് വന്നിട്ട് നമ്മളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫുഡ് നമുക്ക് അതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും.
ഇഷ്ടങ്ങൾ മാത്രമല്ലല്ലോ, നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ വേണം. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡിങ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്ങാണ്. അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫുഡിങ് ഹാബിറ്റ്സ് കൊണ്ടുവരാനായിട്ട് ഒരു നല്ലൊരു മീൽ പ്ലാൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് മീൽസ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പം നമ്മളുടെ ഇഷ്ടം, ഹസ്ബൻഡിൻ്റെ ഇഷ്ടം, മക്കളുണ്ടെങ്കിൽ മക്കളുടെ അമ്മയച്ഛനും ഉണ്ടെങ്കിൽ അമ്മയച്ഛൻ്റെ, എല്ലാവരുമായിട്ട് നമ്മളെ ഫാമിലി ആയിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മീൽസ് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പം എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ഫുഡ് വേണം. ഇപ്പം ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ അച്ഛൻ്റെയും അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചോ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ അങ്ങനെയല്ല, എല്ലാവരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ഡിഷ് മാറ്റി 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 മീൽ പ്ലാൻസിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, അതേപോലെ നമ്മൾ തയ്യാറാക്കിയുള്ള മീൽ പ്ലാനിനനുസരിച്ച് നമുക്ക് ഗ്രോസറി പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടെ നമുക്ക് ഒരുപാടുള്ള, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇമ്പുൾസ് ബൈയിങ് വന്നിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അധികം വേസ്റ്റേജും വരില്ല. ഓക്കെ, സാധനങ്ങളുടെ വേസ്റ്റേജും വരില്ല. അതിന് മീൽ പ്ലാനിങ് നല്ല ഒന്നാണ്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു മീൽ പ്ലാൻ ചെയ്യേണ്ടത് ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നോർമലി വന്നിട്ട് നിങ്ങൾക്ക് 2 രീതിയിൽ മീൽ പ്ലാനർ തയ്യാറാക്കാം. ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് നമുക്ക് ആമസോണിനും ഫ്ലിപ്കാർട്ടിനൊക്കെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന മാതിരിയുള്ള ഷീറ്റ് കിട്ടും നമുക്ക് മീൽ പ്ലാനറിൻ്റെ. അപ്പം അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓരോ ദിവസത്തെയും മീൽസ് എഴുതാം. റൈറ്റ് സൈഡിൽ നമുക്ക് ഷോപ്പിംഗ് ലിസ്റ്റും എഴുതാം. അതനുസരിച്ചുള്ള ഷോപ്പിംഗ് ലിസ്റ്റ് എഴുതുമ്പോൾ നമുക്ക് ഈസി ആയിരിക്കും. എനിക്ക് അത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു മീൽ പ്ലാനർ. ഇല്ല അതിനും വയ്യ എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്ലാനർ ഉണ്ടാക്കാം. നമ്മളുടെ ജിമെയിലിൽ പോയിട്ട് ഗൂഗിൾ ഷീറ്റ് എടുക്കില്ലേ, അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഇന്ന് ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്യാത്തവരാരും ഇല്ല. അപ്പം ഗൂഗിൾ ഷീറ്റ് യൂസ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു മീൽ പ്ലാനർ റെഡിയാക്കാം. ഓക്കെ, ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടി സജസ്റ്റ് ചെയ്യാൻ നമ്മൾ ഫിസിക്കലി കാണുന്ന ഇടത്ത് അത് സ്റ്റിക്ക് ചെയ്ത് വെക്കണം എന്നാണ്. അതാണ് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള. ഇത് കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ ഉണ്ടാക്കേണ്ട മീൽസില്ലേ അതിന് നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ്. അപ്പം ഈ ആഴ്ച നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ആപ്പമുണ്ട്, അതേപോലെ ദോശയുണ്ട്, ഇഡ്ഡലി ഉണ്ടെങ്കിൽ നമുക്ക് ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ. അതേപോലെ ഞാൻ പേഴ്സണലി ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെജിറ്റബിൾസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ വന്നിട്ട് ആഴ്ചയിൽ മീൽ പ്ലാനിനനുസരിച്ച് ഞാനിങ്ങനെ ബോക്സിലാക്കി വെക്കും. ഇതൊരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ഇത് ഹെൽത്തി അല്ലെന്ന് എനിക്ക് പറയാം. പക്ഷേ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബിസി ഷെഡ്യൂളായ കാരണം കാലത്ത് നമ്മൾ ഇങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് പ്രോപ്പറായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് എന്തെങ്കിലും ഞാൻ എപ്പോഴും ലേറ്റായിട്ട് എന്തെങ്കിലും എണീക്കാന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും തലയ്ക്ക് ഭ്രാന്തെടുക്കും. കാലത്തൊന്നും പ്രോപ്പറായിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ കുറച്ച് ലേസി ആയതുകൊണ്ട് ഒരുപാട് നേരത്തെ എണീക്കാനും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വീട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം ഇത് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല. കാര്യം ഇങ്ങനെ വെക്കുന്നത് ഒരിക്കലും വന്നിട്ട് ഹെൽത്തി അല്ല. പക്ഷേ നമ്മളുടെ കാലത്തുള്ള ആ ജഗപൊക ആവും. അല്ലെങ്കിൽ ഞാൻ പൊതുവേ വന്നിട്ട് ഞാൻ ഭയങ്കര ലേസിയാണ് എണീക്കാനായിട്ട്. അപ്പം ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീറ്റാലും എനിക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അതേപോലെ നാളികേരം ചിരകി വയ്ക്കണമൊക്കെ ഞാൻ അതുകൊണ്ട് ചെയ്യുന്നതാണ്. എനിക്ക് കാലത്ത് ഒരു 2 hours ഉള്ളിൽ തന്നെ എല്ലാം പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പം ആർക്കെങ്കിലും ഈ ഒരു രീതി ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. ഞാനൊരിക്കലും ചെയ്യരുതെന്ന് പറയില്ല. നിങ്ങൾക്ക് രാവിലെ തന്നെ എല്ലാം കട്ട് ചെയ്യാനൊക്കെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം, അതാണ് നല്ലത്. ഫ്രഷ് വെജിറ്റബിൾസ് അപ്പം തന്നെ കട്ട് ചെയ്ത് കഴിക്കുക, കുക്ക് ചെയ്യാണ് നല്ലത് എപ്പോഴും. പക്ഷെ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഇത് ഹെൽത്തി അല്ല എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആരും വരരുത്. എനിക്കറിയാം ഹെൽത്തി അല്ലാന്ന്. പക്ഷേ നമ്മളുടെ കാലത്തൊരു ബിസി ഷെഡ്യൂൾ എന്ന് പറയുമ്പോൾ 8 മണിക്ക് മുമ്പൊക്കെ വന്നിട്ട് കുട്ടികളുടെ സ്കൂൾ ബസ്സും കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഹസ്ബൻഡായാലും നേരത്തെ പോകണം. പിന്നെ എൻ്റെ ജോലിയും കാര്യങ്ങളും ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വന്നിട്ട് കുറച്ച് കാലത്ത് ആ ഹറിബറി എനിക്ക് ഭയങ്കര പെട്ടെന്ന് ടെൻഷൻ കയറും.
അപ്പോൾ മോർണിംഗ് ഒരു ഹാഫ് ആൻ അവർ വന്നിട്ട് ലേറ്റായിട്ട് എണീറ്റ് തീർന്നു. ഞാൻ സ്ട്രെസ്സ് കയറി എനിക്ക് ഹൈ ബി പി വരും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. ഇത് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു കാര്യം യൂസ് ചെയ്യാം. വെജിറ്റബിൾസൊക്കെ പീൽ ചെയ്തിട്ട് കട്ട് ഓഫ് ചെയ്തിട്ട് വെക്കാം. അത് നമ്മളുടെ മീൽ പ്ലാനിനനുസരിച്ച് കട്ട് ചെയ്ത് ബോക്സ് ചെയ്ത് വെച്ചാൽ മതി. ഫ്രൂട്ട്സ് ആയാലും അങ്ങനെ ചെയ്യാം. ഇല്ല അങ്ങനെ ഹെൽത്തി അല്ല, നമുക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്യുന്നത് തന്നെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാര്യം കാലത്ത് വർക്കിന് പോകുന്നവർക്കായാലും ഇല്ല വീട്ടിൽ കുറച്ചധികം എൽഡർ പാരൻസ് ഒക്കെ നമുക്ക് ടേക്ക് കെയർ ചെയ്യണം. ഹസ്ബൻഡ് ഓഫീസിൽ നേരത്തെ പോകും, അതേപോലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിടണം, നമുക്കും ഓഫീസിൽ പോകണം. അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് ഒരു മീൽ പ്ലാൻ റെഡിയാക്കി അതുവഴി ഒരു 1 വീക്ക് 2 വീക്സ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മുടെ ടെൻഷൻസൊക്കെ കുറച്ച് കുറയും. സ്ട്രെസ് റിലീഫ് ആവാൻ ഒരു നല്ലൊരു ഐഡിയ ആണ്. ഞാൻ പേഴ്സണലി ചൂസ് ചെയ്യുന്ന ഒരു ഐഡിയ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ? നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.